ദൂതന്മാരുടെ ഉണ്ടായിരുന്ന ആദ്യഫലക്കറ്റയുടെ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ അതിന്റെ നിവൃത്തിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു. ഇനി രണ്ടാമത്തെ നിര എന്ന് പറയുന്നത് ക്രിസ്തുവിനുള്ള ആളുകൾ തന്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. മൂന്നാമത്തെ പിന്നെ അവസാനം, സകലത്തിന്റെയും അവസാനത്തിൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഫൈനൽ ജഡ്ജ്മെന്റ് ഉണ്ട്, അന്ത്യ ന്യായവിധി. വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് അന്ത്യ ന്യായവിധി നടത്തുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ആളുകളെ തീപ്പൊയ്കയിൽ തള്ളിക്കളയേണ്ട ഒരു രംഗമുണ്ട്. ആ സമയത്ത് ലോകത്തിൽ മരിച്ചുപോയ സകല ആളുകളും എഴുന്നേറ്റ് വന്ന് വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കുകയും അവരെ ന്യായം വിധിച്ച് അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ട് നിത്യമായ മരണത്തിനു വേണ്ടി അവരെ ഏൽപ്പിക്കും.